ഭാരതം കോൺഗ്രസ് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NDAയുടെ ശ്രമം അല്ലെങ്കിൽ BJPയുടെ ശ്രമം അതിക്രമിച്ചു മുന്നോട്ട് പോകുമ്പോഴും, അല്ലെങ്കിൽ അതിനകത്ത് കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെ നമുക്ക് കാണേണ്ടി വരുന്നത് അവരുടെ ഗതികേടാണ്, ഇല്ലെങ്കിൽ ആ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ശാപമാണ് എന്ന് പറയാം. ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ അവസാനം സംഭവിച്ചെന്താണ്? ബീഹാറിൽ കൂപ്പുകുത്തി വീഴുകയായിരുന്നു കോൺഗ്രസും ഒപ്പം തന്നെ മഹാഗഠബന്ധൻ എന്ന് പറയപ്പെടുന്ന അവരുടെ സഖ്യവും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ഭരിക്കാൻ ഇടമില്ലാതെ നിൽക്കുന്ന കോൺഗ്രസിന് ആകെ ഭരിക്കാനുള്ള ഒരു ഇടമെന്ന് പറയപ്പെടുന്ന കർണാടകയാണ്. ആ കർണാടകയിൽ പോലും ഇപ്പോൾ പോരുമുറുകുന്ന കാഴ്ചയാണ്. മുന്നണി സംവിധാനം എന്ന് പറയപ്പെടുന്നത് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുവാൻ കഴിയാതായി പോകുന്ന ഒരു നേതാവിനെയാണ് രാഹുൽ ഗാന്ധിയിലൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പറയുന്നു രാഹുൽ ഗാന്ധി വേണ്ടേ വേണ്ട എന്ന്. ഇവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ് കോൺഗ്രസ്. കർണാടകയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ BJPയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നു DK ശിവകുമാർ എന്നുള്ള വാർത്ത പരക്കുമ്പോഴും അതിനെതിരെ DK ശിവകുമാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: 140 MLAമാരും തന്റേതാണ് എന്നും ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുക എന്നത് എന്റെ സ്വഭാവമല്ല എന്നുമാണ് DK ശിവകുമാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പറയുന്നത്. ചില MLAമാരുടെ ഡൽഹി സന്ദർശനം ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെയോ വിഭാഗീയതയുടെയോ ലക്ഷണമല്ല എന്നും മന്ത്രിസഭാ വികസനത്തിന് മുൻപ് നേതൃത്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് സാധാരണ ആയിട്ടുള്ള രാഷ്ട്രീയ രീതി മാത്രമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും വലിയ സമ്മർദ്ദം അങ്ങ് AICCക്കകത്ത് ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് DK ശിവകുമാറിന്റെ കൂടെയുള്ള MLAമാർ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സിദ്ധരാമയ്യെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കുക, 2.5 വർഷത്തെ ഭരണത്തിന് ശേഷം തിരികെ മുഖ്യമന്ത്രി പദം DK ശിവകുമാറിന് നൽകുമെന്നുള്ള വാക്കാലുള്ള ഉറപ്പിനെയാണ് ഇവിടെ ഇപ്പോൾ സിദ്ധരാമയ്യയും ഒപ്പം തന്നെ AICCയും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിന് വേണമെങ്കിൽ അവരുടെ സ്വന്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും, രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. കർണാടകത്തിലെ കോൺഗ്രസിനെ വേണമെങ്കിൽ വല്ലാത്ത രീതിയിൽ അവിടെ തകർക്കുവാനും കഴിയും. അപ്പോൾ അവിടെ തന്റെ കൂടെയുള്ള 140 MLAമാരെ ഉപയോഗിച്ച അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ ആരെയും ഒറ്റുകൊടുക്കുന്ന, പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന ഒരു സമീപനം ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കുമ്പോൾ അധികാരം എന്ന് പറയപ്പെടുന്നതിന് വേണ്ടി മാത്രമുള്ള ആളല്ല എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പദവികളിൽ നിന്ന് അദ്ദേഹം മാറാൻ പോകുന്നു. 5 വർഷത്തേക്ക് അദ്ദേഹം അവിടെ ഉണ്ടാകില്ല എന്നും, ഇവിടെ മുതിർന്നവർ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജൂനിയർ ആയിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവർ എന്നാണ് ശിവകുമാർ പറഞ്ഞത്. ഞങ്ങളെല്ലാം ജൂനിയർമാരാണ്, ഞങ്ങൾ അത് പിന്തുടർന്ന് ഞങ്ങളുടെ സീനിയേഴ്സ് പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമുള്ളവരാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ കൂട്ടുകെട്ടിനെ നേരിടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ സിദ്ധരാമയ്യയുടെ ക്യാമ്പ് നീക്കങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത്. ഇതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ശിവകുമാറിനെ നേരിടുവാനുള്ള അത്തരമൊരു നീക്കം സിദ്ധരാമയ്യയുടെ സഹായിയായിട്ടുള്ള ബസവരാജ് റായ റെഡ്ഡിയിൽ നിന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണമെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് നിയമസഭാ പാർട്ടി യോഗം വിളിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്കായിട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം, അതായത് CLP യോഗം വിളിക്കും. പക്ഷെ അതിന് തയ്യാറായാൽ മാത്രമേ അത് നടക്കൂ. അത് നടക്കണമെന്ന് സാധ്യതയില്ല. 2, ഇത് നേതാക്കൾക്കിടെ സമാധാനത്തിന് 2 തവണ മധ്യസ്ഥ വഹിച്ചുള്ള പാർട്ടി, ഒരു ട്രബിൾ ഷൂട്ടറാണ് രൺദീപ് സുർജേവാല ഇവിടെ DK ശിവകുമാറിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിയമസഭാംഗങ്ങൾക്ക് അവരിൽ ഒരു കൂട്ടം അനാവശ്യ പ്രസ്താവനകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ പൊതുപ്രസ്താവനകൾ നടത്തുകയോ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ അജണ്ടയിൽ വീഴുകയോ ചെയ്യരുതെന്ന് കോൺഗ്രസ് അവർക്ക് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പക്ഷെ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും കോൺഗ്രസ്സുകാരല്ലേ, അവരത് നടപ്പിലാക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. വെല്ലുവിളികളില്ലാതെ തുടർന്നു പോകുമെന്നുള്ള പ്രതീക്ഷയിൽ സിദ്ധരാമയ്യ മുന്നോട്ട് പോകുമ്പോഴും ഇനിയെങ്കിലും ഈ പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ഇതിൽ നിന്നൊക്കെ മാറി അധികാരത്തിന്റെ ഈ വലിയ സോപാനത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ഒരു മനസ്സ് സിദ്ധരാമയ്യ എന്തുകൊണ്ട് കാട്ടുന്നില്ല എന്നാണ്. എങ്കിലും ബീഹാർ തെരഞ്ഞെടുപ്പിലെ പരാജയം, ആ പരാജയത്തിന് പിന്നാലെ കർണാടകയിലെ പൊട്ടിത്തെറിയും കോൺഗ്രസിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അതിനോടൊപ്പമാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തിരിയുന്നത്. അത്തരത്തിലുള്ള ഒരു എതിർപ്പ് കൂടിയാകുന്നതോടെ ഇന്ത്യ മുന്നണിയുടെ ഭാവി അടക്കം ഇരുളടയുകയാണ്.
ബീഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ ബീഹാറിലെ RJD അടക്കം ഉൾപ്പെടുന്നത്. അവർ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയത്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, തമിഴ്നാട്ടിലെ DMK എന്നിവരും രഹസ്യമായിട്ടും രാഹുൽ ഗാന്ധിയോട് ഈ പറയുന്ന എതിർപ്പ് ഉയർത്തിയിട്ടുമുണ്ട്. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമില്ല എന്ന കാര്യം ബീഹാറിലെ പരാജയത്തോടു കൂടി വെളിപ്പെട്ടിരിക്കുന്നു എന്നതാണ്. രാഹുൽ ഗാന്ധി മടിയനാണ്, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകാത്ത. അതേസമയം താൻ ഇന്ത്യയിലെ രാജാവാണെന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയവും ഈഗോയും ഒക്കെ നടപ്പിലാക്കുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് 2 തവണയാണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് മുങ്ങിയത് എന്നുള്ളത് ആർക്കൊക്കെയാണ് അറിയാത്തത്? സീറ്റ് ചർച്ച തുടങ്ങുമ്പോഴും വോട്ടെടുപ്പിന് തൊട്ടു മുൻപുമാണ് രാഹുൽ ഗാന്ധി മുങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ് ഈ സമയങ്ങൾ എന്ന് പറയുന്നത്. ആ സമയത്താണ് രാഹുൽ ഗാന്ധി മുങ്ങുന്നതെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒളിച്ചോട്ടക്കാരനാണ് എന്നുള്ള അഭിപ്രായം വളരെ ശക്തമാണ്. അപ്പോൾ ഇതോടെ ഉയരുന്ന ചോദ്യം, രാഹുൽ ഗാന്ധി എന്ന ഒളിച്ചോട്ടക്കാരനെ വെച്ച് ഇനി ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകണോ എന്നുള്ളതാണ്. അപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യ കാരണം രാഹുൽ ഗാന്ധിയാണ് എന്നാണ് RJD നേതാവാണ് തേജസ്വി യാദവിന്റെ അടക്കം അഭിപ്രായം. RJD നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നേരെയാണ് ഇപ്പോൾ ഈ തോൽവിയുടെ കാരണം പറഞ്ഞുകൊണ്ട് വിരൽ ചൂണ്ടുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് മോഷണം എന്ന് പറയപ്പെടുന്ന ആരോപണം പാളിപ്പോയി എന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹരിയാനയിലെ വോട്ട് ചോരി ആരോപണം ഉയർത്തിയത് പോലും വിനയായി എന്ന് പറയപ്പെടുന്നുണ്ട്. ഹരിയാനയുടെ പ്രശ്നം ഹരിയാനയിൽ പറയണ്ടേ? ബീഹാറിലാണോ പറയേണ്ടത്? ബീഹാറിലെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഹരിയാനയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഹരിയാനയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണം തെറ്റാണ് എന്ന് അവിടെ പോയി പല മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. വോട്ടെടുപ്പിന്റെ തലേനാൾ ഈ പറയുന്ന RJD കോൺഗ്രസ് മഹാസഖ്യത്തെ ബീഹാറിൽ തിരിച്ചടി കിട്ടാൻ കാരണമായി എന്നുള്ളതടക്കം കാരണങ്ങൾ ഈ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നതായിട്ടാണ്. കാരണം ഹരിയാനയിൽ നടന്ന വോട്ട് ചോരി അല്ല എന്നുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞു. കോൺഗ്രസ് എന്ന ദുർബലമായ പാർട്ടിയുടെയും രാഹുൽ ഗാന്ധി എന്ന ദുർബലനായ നേതാവിന്റെയും കീഴിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇനിയും തുടരണോ എന്നാണ് തൃണമൂൽ കോൺഗ്രസും ഈ DMK പോലും ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പൊ പകരം ഒറ്റയ്ക്ക് ഇന്ത്യ മുന്നണിക്ക് പുറത്ത് വളരാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്നും പ്രതിപക്ഷ പാർട്ടികൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കർണാടകയിലെ പൊട്ടിത്തെറി കോൺഗ്രസിനെ വല്ലാതെ തകർക്കുന്നുണ്ട്, ഉലയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു. രാഹുൽ ഗാന്ധിയും ഒപ്പം കോൺഗ്രസും ദുർബലമാവുകയാണ്. ചെയ്യാൻ 2 വഴികളാണ് ഇവർക്ക് മുന്നിൽ ഇനിയുള്ളത്. ഒന്ന്, സ്വമേധയാ രാഹുൽ ഗാന്ധി രാജിവെക്കുക, സ്വമേധയാ രാജിവെക്കുക, ഒപ്പം KC വേണുഗോപാലിനെ കൊണ്ട് രാജിവെപ്പിക്കുക. ഇങ്ങനെ 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾ നടപ്പിലായാൽ തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു ചെറിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇപ്പോഴത്തെ AICCയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത മല്ലികാർജ്ജുന ഖാർഗെ, അദ്ദേഹവും രാജിവെക്കുക. എന്നിട്ട് ഒരു പുതിയ തലമുറയുടെ കൈകളിലേക്ക് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ താക്കോൽ കൊടുക്കുക. ആ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് പുതിയ ആൾക്കാരെത്തട്ടെ. അങ്ങനെ എത്തുന്ന ഒരു കാലഘട്ടത്തിൽ എന്തായാലും നിങ്ങൾ പരാജയപ്പെടും. ഇപ്പോഴൊന്നും നിങ്ങൾ രക്ഷപ്പെടാനും പോകുന്നില്ല. ഇനിയും ഒരു 10 വർഷം കൂടി ഈ മോദി സർക്കാർ അവിടെ ഭരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ പോലും നിങ്ങൾക്കൊന്ന് ക്ലച്ച് പിടിക്കണമെങ്കിൽ, ഈ പാർട്ടി നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പുതിയ ഒരു യുവ നിരയെ കൊണ്ടുവരണം. സച്ചിൻ പൈലറ്റിനെ പോലുള്ളവരുണ്ടല്ലോ, DK ശിവകുമാറിനെ പോലുള്ളവരുണ്ടല്ലോ, അവരെ കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ചെയ്യാനുള്ളത് ഈ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KC വേണുഗോപാലിനെ മാറ്റി ആ സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് DK ശിവകുമാറിനെ കൊണ്ടുവരിക. ഒപ്പം തന്നെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ AICC പ്രസിഡന്റ് പദവി എടുത്തു മാറ്റി അവിടേക്ക് മറ്റാരെങ്കിലും ഒരാളെ നിയമിക്കുവാൻ ശ്രമിക്കുക. അത് ആരെ വേണം കൊണ്ടുവരാം. വേണമെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് ഗെലോട്ടിനെ കൊണ്ടുവരട്ടെ. ഗെലോട്ടിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഈ പ്രവർത്തക സമിതി അംഗമാക്കുകയും ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് എത്തുകയും ചെയ്യാം. മാത്രമോ ഇനി സച്ചിൻ പൈലറ്റ് പോലുള്ളവർക്ക് നല്ല സാധ്യതകളുണ്ട്, അവരെയും ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഒരു പുതുനിരയുണ്ട് കോൺഗ്രസിനുള്ളിൽ. അവരെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസിന് വേണമെങ്കിൽ ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വരാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയെയും KC വേണുഗോപാലിനെയും ഉപയോഗിച്ചാണ് ഇനിയും ഈ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നിങ്ങൾ ഇനി വിജയമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടില്ല. ഈ രാജ്യം ഭരിക്കാനും പോകുന്നില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച